കാഹൂട്ട് ആപ്പിൽ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും വരിക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഏത് ടീച്ചർ വേണോ, സ്റ്റുഡൻറ്റ് വേണോ, പ്രൊഫഷണൽ വേണോ, പേഴ്സണൽ വേണോ എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതിനകത്ത് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. സ്കൂളുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഏത് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്തത്. കാണുന്നില്ല എല്ലാവർക്കും? ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണിത് ലോഗിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രീൻ വരും. നമുക്ക് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്രീ ട്രയലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതായിട്ട് നമുക്കൊരു നമ്മുടെ നെയിം കൊടുക്കാം. നമുക്ക് ഇത് കയറുന്ന സമയത്ത് കുറേയധികം ഫീച്ചേഴ്സൊക്കെ വരും. നമുക്ക് വേണ്ടി ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറേ ഓപ്ഷൻസ് അതിനകത്ത് താഴെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഏത് ലെവൽ വേണമെങ്കിൽ നോക്കാം. കിൻഡർ ഗാർഡൻ ഉണ്ട്, എലമെൻ്ററി ലെവലുണ്ട്, മിഡിൽ സ്കൂളുണ്ട്, ഹൈസ്കൂള്, മാത്സ്, സയൻസ്, വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് എന്താ സബ്ജക്റ്റും ഉണ്ട്. അതുപോലെ ഓരോ കുട്ടികൾക്കും ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതൊരു യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കണ്ടോ ബ്ലാങ്ക് ക്യാൻവാസ് എന്നുള്ള സാധനം, നമുക്ക് അതിനകത്ത് അല്ലെങ്കിൽ താഴെ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ക്യാൻവാസ് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കണ്ടോ ക്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ക്യൂസ് എന്ന് പറഞ്ഞൊരു കോളം കണ്ടോ. നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിനകത്ത് നമുക്ക് ക്യൂസായിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൂത്ത് ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പസിലായിട്ട് ടൈപ്പ് ആൻസർ, അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് എടുത്തത് ക്യൂസ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഇതിനകത്ത് എടുത്തത്. ആ ക്യൂസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. കുറച്ച് സ്പീഡാണ്. താഴെ പ്ലസ് ഐക്കൺ കണ്ടോ, അതിൻ്റെ താഴെ നമ്മൾ ആ ക്യൂസ് എന്നുള്ള പ്ലസ് ഐക്കൺ കണ്ടോ, ആ താഴെ ആ ക്യൂസ് എന്നുള്ള സാധനത്തിൽ നമ്മൾ കയറിയിട്ട് പ്ലസ് ഐക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ ജനറേറ്റർ ഉണ്ട്. ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് അതിനായിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരും. കണ്ടോ, അതിനകത്ത് കുറേ സിമിലർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് ഞാൻ ഫസ്റ്റത് കണ്ടോ, അതിനകത്ത് കണ്ടോ ഓപ്ഷൻസും ഉണ്ട്. അതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണെന്നും റോങ് ആൻസർ ഏതാണെന്നുള്ള ഓപ്ഷനും അതിനകത്ത് തന്നെ ഉണ്ട്. നമുക്കത് കൊടുക്കാം. അടുത്ത് കഴിഞ്ഞ് ഞാൻ കൊടുത്തത് ഇസ് ദ ലാർജസ്റ്റ് മാമൽ ഇൻ ദ എർത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ കൊടുത്തത്. അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടോ ഓരോ നമുക്ക് വേണ്ട രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് അതിനകത്ത് എടുക്കാം. കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് കണ്ടോ, ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ എന്ത് റൈറ്റ് ആൻസർ ആണ് റോങ് ആൻസർ എന്നുള്ള ക്വസ്റ്റ്യനും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ ഇത് ടോട്ടൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കൊടുക്കേണ്ടത് ഇതിനകത്ത്. നമുക്കങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാനത് കൊടുത്ത സമയത്ത് ആദ്യം കൊടുത്ത സമയത്ത് അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെന്ത് ചെയ്തു, ആ കേരള എന്നുള്ള മാറ്റിയിട്ട് ഞാനെന്താക്കി വേൾഡ് ആക്കി. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് സേവ് ചെയ്യാൻ നോക്കി. സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. എന്താണ് ഇപ്പോൾ ജനറൽ നോളജ് ആണോ, അല്ലെങ്കിൽ സയൻസ് ക്യൂസ് ആണോ, മാത്സ് ക്യൂസ് ആണോ, ഏതാണ് ക്യൂസ് നടത്തുന്നത് അതിനനുസരിച്ച് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. നമുക്കിങ്ങനെ ഏതാ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും മാറ്റണം കണ്ടോ, അതിൻ്റെ നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആൻസേഴ്സ് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനത് ആൻസേഴ്സ് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് കണ്ടോ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു കവർ പേജ് കൊടുക്കാൻ വേണമെങ്കിൽ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് എങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നിർബന്ധമായിട്ട് വേണം. അത് മാത്രമല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേഡും സബ്ജക്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എൻ്റെ നോക്കിയാൽ എൻ്റെ 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. 4 ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ വെച്ചു. ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഹൂ ഇസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻ കൊടുത്തത്.
അത് കൊടുത്തിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, നരേന്ദ്രമോദി എന്നുള്ള ആൻസർ കൊടുത്തിട്ട് അവിടെ കണ്ട കറക്റ്റ് ആൻസർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ആ ഓപ്ഷൻ കറക്റ്റ് ആണോ ഇല്ലയെന്ന് ഇപ്പോൾ ചെയ്യുന്നൊരു കുട്ടിക്ക് അത് കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ നമുക്ക്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ അത് കറക്റ്റ് ആൻസർ ആവുള്ളൂ. പക്ഷേ ഞാൻ നരേന്ദ്രമോദി ചെയ്ത സമയത്ത് അത് കറക്റ്റ് ഓപ്ഷൻ കൊടുത്തില്ല. പക്ഷേ പിണറായി വിജയൻ്റെ കൊടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അത് കറക്റ്റ് ആൻസർ കൊടുത്തു. ഞാൻ അവിടെ അത് ഐക്കൺ കറക്റ്റ് ആൻസർ എന്നുള്ള രീതിക്ക് കൊടുത്തു. അപ്പോൾ ഒരു കുട്ടി ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നരേന്ദ്രമോദി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആൻസർ സ്വാഭാവികമായിട്ട് എന്തായി മാറും, അത് തെറ്റായിട്ട് മാറും. കാരണം ഞാൻ അവിടെ അത് റോങ് ആൻസർ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരും. കാരണം അതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ ഏതാ അതിനകത്തുള്ളത്, പിണറായി വിജയൻ എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ കവർ പേജായിട്ട് ഏതെങ്കിലും കൊടുക്കാം. ഇങ്ങനെ കവർ പേജിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനതിനകത്ത് ഒരു പിക്ചർ എടുത്തിട്ട് കവർ പേജായിട്ട് ഞാൻ കൊടുത്തു കണ്ടോ. അപ്പോൾ എൻ്റെ ജനറൽ നോളജ് എന്നുള്ളൊരു അത് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത ഒന്നാണ്. അതിൻ്റെ മുകളിലത്തെയാണ് എൻ്റെ കവർ പേജ് കണ്ടോ, അതാണ് ഞാനിപ്പോൾ ചെയ്തത് ജനറൽ നോളജ് എന്നുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്രയും രീതിയിൽ നമുക്ക് ലേൺ ചെയ്യാം. കാരണം താഴെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണിക്കും, മുകളിൽ നമുക്കൊരു പിക്ചറും കൊടുക്കാം. ഓരോ ക്വസ്റ്റ്യനും അതിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണോ ആ ആൻസറിനനുസരിച്ച് ആ പിക്ചറും കൊടുക്കാം. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ പിക്ചർ അതിനകത്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ ഇപ്പോൾ ജനറൽ നോളജ് എന്നുള്ള ഞാൻ ക്രിയേറ്റ് ചെയ്ത ക്യൂസ് അവിടെ ഉള്ളത്. അത് നമുക്ക് അത്രയും രീതിക്ക് നമുക്ക് പഠിക്കാം. സെൽഫ് സ്റ്റഡി ഉണ്ട് കണ്ടോ, ഗെയിംസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അതിനകത്ത് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നമുക്ക് തന്നെ സ്വന്തം ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇത് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ഇതിനകത്തുണ്ടോ നരേന്ദ്രമോദി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് വരിക, റോങ് ആൻസർ ആയിട്ടായിരിക്കും വരിക. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം ഞാനത് തെറ്റിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കൊടുത്ത ആൻസർ പിണറായി വിജയൻ എന്നുള്ളത് കറക്റ്റ് ചെയ്ത സമയത്ത് എന്തായി, നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി വേണമെങ്കിൽ അതിന് താഴെ ടിക്ക് എന്നുള്ളതുണ്ട്, ഇൻറ്റു എന്നുള്ളതുണ്ട്. അതിന് ടിക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് അറിയുന്ന ആൻസർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്തിട്ട് വേണമെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ച് ലേൺ ചെയ്യുകയും ചെയ്യാം. അതുപോലെ നമുക്ക് അതിനകത്ത് ഓരോന്നും വേണമെങ്കിൽ നമുക്ക് കണ്ടോ ഐ ഡോണ്ട് നോ, ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഐ ഡോണ്ട് നോ എന്നുള്ളത് വരും. പക്ഷെ ഒന്നേ എനിക്കറിയുള്ളൂ. അതിൻ്റെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനം പിന്നെയും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഹോസ്റ്റ് ലൈവ് പോകാം. അത് ലൈവ് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ലൈവായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് പോലെ കണ്ടക്ട് ചെയ്തിട്ട് ലൈവായിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിനകത്ത് ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട്. ലെക്ചർ മെത്തേഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. ഇതുണ്ടോ ഇങ്ങനെ ഗെയിംസ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അതിന് താഴെ കുറേ ഗെയിംസിൻ്റെ സാധനം വരുന്നുണ്ട്. അതിനകത്ത് ഗെയിംസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഞാൻ നേരത്തെ എൻ്റെ ക്യാരക്ടർ ഞാൻ സേവ് ചെയ്തുകൊണ്ട് അതങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ ആൻസേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിംസിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ഗോൾഡ് കോയിനൊക്കെ കളക്ട് ചെയ്യാം. അതുപോലെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം. കാരണം നമുക്ക് പോയിന്റ്സ് കിട്ടും. ഓരോ ശരി ഉത്തരത്തിനും നമുക്കിതുപോലെ പോയിന്റ്സ് കിട്ടും. ഓരോ ആൻസറിനനുസരിച്ച് നമുക്ക് അതുപോലെ നമുക്ക് ഇവിടെ സ്കോർ കാണാം. ശരിക്കും 11 പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് കറക്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് എന്താവും, നമുക്ക് അതിൻ്റെ നമുക്ക് പോയിന്റ് മനസ്സിലാവും. ആരാ ഫസ്റ്റ് ഉള്ളത്, ആരുടെയൊക്കെ ശരിയായെന്നുള്ള രീതിക്ക് കിട്ടും. കണ്ടോ ഇതുപോലെ നമുക്ക് ഗെയിം കളിക്കാം. ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പസിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണിത്, അടുത്ത ഗെയിമായിട്ട്. പക്ഷെ എനിക്കിത് അറിയണ്ടായിരുന്നില്ല, ഈ കോയിന് കളക്ട് ചെയ്യണം. കോയിനിൽ ക്ലിക്ക് ചെയ്താൽ ആ സാധനത്തിലേക്ക് വീഴുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴേ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യാം കോയിൻസ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് അല്ലേ, ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ പഠിക്കാനും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും കുട്ടികൾക്ക്. കണ്ടോ അപ്പോൾ എനിക്ക് 7 കോയിൻസാണ് ഞാൻ കളക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് അല്ലേ. അത് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് പഠിക്കാന്നുള്ള രീതി ഇത് വരും. അടുത്ത ഇതുപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്. ഇതുപോലെ പസിൽ ക്വിസ് സോൾവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഗെയിമിലേക്ക് പോവാം.